മോഡേണിറ്റി, മെൻ്റൽ ഹെൽത്ത്, ക്രൈസിസ് ഓഫ് മീനിങ്, ആധുനികത, മാനസികാരോഗ്യം, ജീവിതത്തിൻ്റെ അർത്ഥം എന്ന പ്രശ്നം എന്ന തീമിൽ നിന്നുകൊണ്ടുള്ള ഒരു ഹ്രസ്വമായ ഡിസ്കഷനാണ് ഇവിടെ നടക്കുന്നത്. ഇൻഷാ അല്ലാഹ് നമ്മളോട് കൂടെ നിങ്ങളൊക്കെ വായിക്കുന്ന പ്രിയപ്പെട്ട സഫീർ താനാളൂർ കൂടെ ഉണ്ട്. മനുഷ്യൻ്റെ ജീവിതത്തെ ഇപ്പോൾ പുതിയ കാലത്തെ ഒരു കാര്യമായ ഫിലോസഫി, ഈ പുതിയ തലമുറയുടെ ന്യൂജൻ ഫിലോസഫികളിൽ ഒന്നെന്ന് പറഞ്ഞത് ജീവിതത്തെ എൻജോയ് ചെയ്യുക എന്നുള്ളതാണ്. എൻജോയ് ചെയ്യാം, എൻജോയ്മെൻറ്റിനുള്ള വൈബ് അന്വേഷിച്ച് നടക്കുകയാണ് കാര്യമായിട്ട് പുതിയ തലമുറകളുടെ ഒരു ആകപ്പാടുള്ള ജീവിതത്തിൻ്റെ ഒരു ചുരുക്കം. എന്താണ് ജീവിതം എന്ന് പറഞ്ഞാൽ വൈബ് അന്വേഷിച്ച് നടക്കുക എന്നുള്ള ഒരു സംഗതിയാണ്. അപ്പോൾ അത് ഈ പറഞ്ഞ എൻജോയ് ചെയ്യുക, ജീവിതം എൻജോയ് ചെയ്യുക എന്നുള്ള ഒരു കൺസെപ്റ്റ്. ജീവിതത്തിൻ്റെ ലക്ഷ്യം തന്നെ എൻജോയ്മെൻറ്റ് എന്ന ഒരു സാധനത്തിൽ നിന്നാണ് സത്യം പറഞ്ഞാൽ പുതിയ തലമുറയുടെ ഒരുപാട് ഏറെക്കുറെ എല്ലാ ആക്ടിവിറ്റീസും അവരുടെ ലോകവീക്ഷണവും ഒക്കെ രൂപപ്പെടുന്നു. അപ്പോൾ എൻജോയ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? എപ്പോഴാണ് നമുക്ക് ശരിക്കുള്ളൊരു എൻജോയ്മെൻറ്റ് കിട്ടുക? എന്താണ് മനുഷ്യൻ്റെ എൻജോയ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ? എന്തിലാണ് എൻജോയ്മെൻറ്റ്? നമ്മുടെ ഈ ഒരു ഫിസിക്കൽ ബോഡിക്ക് കിട്ടുന്ന ഒരു താൽക്കാലികമായ സുഖങ്ങളാണോ ശരിക്കുള്ള എൻജോയ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ? ഈ പ്ലഷർ, മനുഷ്യനൊരു പ്ലഷർ സീക്കിങ് ആനിമലാണ്. എല്ലാ ആനിമൽസും അങ്ങനെ തന്നെ ആയിരിക്കും. അള്ളാഹു അങ്ങനെയാണ് എല്ലാത്തിനും വെച്ചിട്ടുള്ളത്. എന്നാലും പ്ലഷർ സീക്ക് ചെയ്യുക, പെയിൻ ഒഴിവാക്കുക എന്നുള്ളത് നമ്മുടെ ജീവിതത്തിൻ്റെ ഒരു അടിസ്ഥാന ഭാവം ആയിരിക്കെ തന്നെയും ആ പ്ലഷർ എന്നുള്ളത് പരമമായ ലക്ഷ്യമായിട്ട് മാറുകയും പ്ലഷറാണ് എൻജോയ്മെൻ്റ് എന്ന് മനസ്സിലാക്കുകയും ചെയ്യുന്ന ഒരു ജീവിത സാഹചര്യമാണ് ഇപ്പോൾ ഡെവലപ്പ് ചെയ്ത് വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഫിസിക്കൽ പ്ലഷർ അതാണ് എൻജോയ്മെൻറ്റിൻ്റെ മാനദണ്ഡം, അല്ലെങ്കിൽ എൻജോയ്മെൻറ്റ് സാധ്യമാകുക ഫിസിക്കലി ഉണ്ടാകുന്ന പ്ലഷറുകളിലൂടെയാണ് എന്ന് കരുതുന്ന ഒരു സിറ്റുവേഷനാണ് ഞാൻ മനസ്സിലാക്കുന്നത് നമ്മുടെ ചുറ്റുമുള്ളത്. അപ്പോൾ ശരിക്കും മനുഷ്യന് പ്ലഷർ വേണം, മനുഷ്യന് എൻജോയ്മെൻറ്റ് വേണം, മനുഷ്യന് സാറ്റിസ്ഫാക്ഷൻ വേണം. ഇതൊക്കെ ഇല്ലെങ്കിൽ മനുഷ്യൻ്റെ ജീവിതം താളം തെറ്റും എന്നുള്ളതിലും സംശയമൊന്നുമില്ല. അത് മനുഷ്യൻ്റെ ബോഡിയുടെ സ്ട്രക്ചർ തന്നെ അങ്ങനെയാണല്ലോ. കാരണം മനുഷ്യന് സന്തോഷകരമായ അനുഭവങ്ങൾ ഉണ്ടാകുമ്പം അവൻ്റെ തലച്ചോറിൽ ഉണ്ടാവുന്ന ന്യൂറോ കെമിക്കൽസ് അത് നമ്മുടെ ആരോഗ്യത്തിന്, മാനസികാരോഗ്യത്തിന് അനിവാര്യമാണ്. സെറോട്ടോണിനും ഡൊപ്പാമൈനൊക്കെ അടങ്ങുന്ന ന്യൂറോ കെമിക്കൽസ് നമ്മുടെ തലയിൽ ഉൽപ്പാദിപ്പിക്കപ്പെടുന്നത്, ബ്രെയിനിൽ ഉൽപ്പാദിപ്പിക്കപ്പെടുന്നത് നമ്മളിൽ ഉണ്ടാകുന്ന സന്തോഷകരമായ അനുഭവങ്ങളുടെ അടിസ്ഥാനത്തിലൂടെയാണ്. അപ്പോൾ ഒരു മനുഷ്യൻ്റെ ജീവിതത്തിൽ സന്തോഷമില്ലാതാകുന്നതിനനുസരിച്ച് അവൻ്റെ തലയിലെ ഈ ഡൊപ്പാമൈൻ്റെയും അതുപോലെ സെറോട്ടോണിൻ്റെയും സമാനമായ കെമിക്കൽസിൻ്റെയൊക്കെ സാന്നിധ്യം കുറയുകയും അഥവാ അതിൻ്റെ ഉൽപ്പാദനം കുറയുകയും അത് ഡിപ്രഷൻ അടക്കമുള്ള വലിയ രോഗാവസ്ഥകളിലേക്ക് നയിക്കുകയും ചെയ്യും. അപ്പോൾ അതുകൊണ്ട് തന്നെ മനുഷ്യൻ്റെ ബോഡിക്ക് തന്നെ, മനുഷ്യൻ്റെ നിലനിൽപ്പിന് തന്നെ ശരിക്കും പറഞ്ഞാൽ സന്തോഷം എന്നത് ഒരു അനിവാര്യമായ ഘടകമാണ്. അത് നമ്മൾ നിഷേധിക്കേണ്ട സംഗതിയോ മാറ്റിവെക്കേണ്ട സംഗതിയോ അല്ല. അതേസമയം ഈ സന്തോഷം എന്ന് പറഞ്ഞാൽ എന്താണ്? എങ്ങനെയാണ് നമ്മൾ സന്തോഷം കണ്ടെത്തുക? എന്ത് തരത്തിലുള്ള എൻജോയ്മെൻ്റാണ് ശരിക്കും നമുക്ക് ജീവിതത്തെ സമ്പുഷ്ടമാക്കുക എന്നിടത്താണ് നമുക്ക് കുറച്ചുകൂടെ ചർച്ച ആവശ്യമുള്ളതെന്ന് തോന്നുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ പുതിയ കാലത്ത് ഈ എൻജോയ്മെൻറ്റ് തേടി എത്തുന്ന തലമുറ എവിടേക്കാണ് എത്തിപ്പെടുന്നത്? അവരുടെ മെൻ്റൽ ഹെൽത്ത്. ഇപ്പോൾ നമുക്ക് കാണാം പുതിയ തലമുറയിൽ വലിയ തോതിൽ ആത്മഹത്യാ പ്രവണത കൂടുതലുണ്ട് എന്ന് പറയുന്നു. ആത്മഹത്യ ഒരു പുരോഗമനത്തിൻ്റെ അടയാളമായിട്ടാണ് നമ്മുടെ നാട്ടിൽ ചിലരൊക്കെ എണ്ണിയിട്ടുള്ളത്. കാരണം പുരോഗമിച്ച നാടുകളിൽ ആത്മഹത്യ കൂടുതലുള്ളതുകൊണ്ട് പിന്നെ ആത്മഹത്യനെ ഒരു പുരോഗമനത്തിൻ്റെ അടയാളമാക്കില്ലാത്ത മാർഗ്ഗമില്ലല്ലോ ആ നിലക്ക്. അപ്പോൾ ഈ സംഭവങ്ങളിലേക്കൊക്കെ പോകുന്നത് ശരിക്കും പറഞ്ഞാൽ പിന്നെ ഇത്തരം ചില പ്ലഷർ തേടിയിട്ടുള്ള, എൻജോയ്മെൻറ്റ് തേടിയിട്ടുള്ള യാത്രകൾ അത് ചില അർത്ഥമില്ലായ്മകളിൽ അവസാനിക്കുകയും അല്ലെങ്കിൽ ചില ഒന്നുകിൽ അർത്ഥമില്ലായ്മയുടെ ശൂന്യതയിൽ അവസാനിക്കും, അല്ലെങ്കിൽ ചില ഫ്രസ്ട്രേഷനുകളിൽ എന്ന് പറഞ്ഞാൽ ആ എൻജോയ്മെൻറ്റ് കിട്ടാതാവുമ്പോണ്ടാണ് ഫ്രസ്ട്രേഷനിൽ അവസാനിക്കും, മോഹഭംഗത്തിൽ അവസാനിക്കും. ഈ മോഹഭംഗങ്ങളൊക്കെയാണ് പലപ്പോഴും എന്ത് ചെയ്യുന്നത്,
അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള അർത്ഥമില്ലായ്മയാണ് മനുഷ്യരെ ആത്മഹത്യയിലേക്കും സ്വയം നാശത്തിലേക്കും നയിക്കുന്നത്. അപ്പോൾ ഈ പ്രശ്നങ്ങളെക്കുറിച്ച് നമുക്ക് കുറച്ചുകൂടെ എങ്ങനെയൊക്കെ സമീപിക്കാം എന്നുള്ളത് ഇൻഷാ അല്ലാഹ് സഫീറൂടെ കോൺട്രിബ്യൂട്ട് ചെയ്യും. അസ്സലാമു അലൈക്കും. സന്തോഷത്തെക്കുറിച്ച് ഉസ്താദ് പറഞ്ഞൊരു കാര്യം, അല്ലെങ്കിൽ ആധുനിക മനുഷ്യരുടെ ജീവിത രീതി, നമുക്ക് സന്തോഷം എന്ത് ചെയ്യുമ്പോഴാണോ സന്തോഷം തോന്നുന്നത് അത്തരം കാര്യങ്ങൾ ചെയ്യുക. അങ്ങനെ അതിനെ ബേസ് ചെയ്തിട്ടുള്ള അതിൻ്റെ പിന്നാലെ പോകുന്നൊരു ജീവിത രീതിയാണ്. പക്ഷെ അതിലുള്ളൊരു അപകടം എന്താണെന്ന് വെച്ചാൽ, യഥാർത്ഥത്തിൽ ഈ നമുക്ക് ഇങ്ങനെ ലഭിക്കുന്ന സന്തോഷം, ഇപ്പോൾ നല്ല ഫുഡ് കഴിക്കുമ്പോൾ അല്ലെങ്കിൽ ലൈംഗികതയിൽ നിന്നൊക്കെയുള്ള, അതൊക്കെ വളരെ ഷോർട്ട് ലീവ്ഡാണ്. ആ കുറച്ച് സമയത്തേക്ക് മാത്രം നിലനിൽക്കുന്നൊരു, ശരിക്കും എനിക്ക് തോന്നിയത് മനുഷ്യൻ്റെ നിലനിൽപ്പിന് ആവശ്യമായിട്ടുള്ള അതിജീവനത്തിൻ്റെ കുറേ സംഭവങ്ങളുണ്ട്. നമുക്ക് ഭക്ഷണം കഴിക്കണം, പ്രത്യുൽപാദനം നടത്തണം. ഇതിലൊക്കെ പടച്ചോൻ ഒരു സന്തോഷത്തിൻ്റെ ഒരു ചെറിയൊരു എലമെൻറ്റ് വെച്ചിട്ടുണ്ട്. അതിൽ നിന്ന് ഒഴിവാക്കി കഴിഞ്ഞാൽ പിന്നെ നമ്മളിതൊന്നും ചെയ്യില്ല. അങ്ങനെ ചില എക്സ്പീരിയൻസ് ഉണ്ട്. എലികളിൽ നിന്ന് ആ ഒരു ഡോപ്പമൈൻ ഉൽപ്പാദന സർക്യൂട്ടൊക്കെ ഇത് ഒഴിവാക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ തൊട്ട് മുമ്പിൽ വെച്ച ഭക്ഷണം പോലും അത് കഴിക്കാൻ തയ്യാറാവില്ല എന്നുള്ളത്. അപ്പോൾ ഈ ഒരു എലമെൻ്റ് ഉള്ളത് കൊണ്ടാണ് നമ്മൾ ഇത്തരം കാര്യങ്ങൾ അതിജീവനത്തിന് സഹായിക്കുന്നുണ്ട് എന്നുള്ളൊരു യാഥാർത്ഥ്യമാണ്. പക്ഷെ നമ്മൾ അത് മാത്രം ചെയ്യാൻ തുടങ്ങിക്കഴിഞ്ഞാൽ അതിൻ്റെ ഒപ്പം തന്നെ വേറെ സംഭവമുണ്ട്. അതായത് ഇപ്പോൾ നമ്മൾ ഒരു കോഫി കുടിക്കുമ്പോൾ, ഐസ്ക്രീം കഴിക്കുമ്പോഴൊക്കെ ഒരു ഡോപ്പമിൻ്റെ ഒരു ഹിറ്റ് വരുന്നുണ്ട്. അത് കഴിഞ്ഞാൽ നേരെ ഉടനെ സംഭവിക്കുന്നത് പഴയ ലെവലിൽ നിന്നും കുറച്ച് താഴുകയാണ് ചെയ്യുന്നത്. പിന്നെയാണ് നമ്മൾ ആ പഴയ ബാലൻസിലേക്ക് വരുന്നത്. അപ്പോൾ നമ്മളിതിങ്ങനെ നിരന്തരമായിട്ട്, ഇപ്പോൾ ഡ്രഗ്സൊക്കെ ഉപയോഗിക്കുമ്പോൾ സംഭവിക്കുന്നത് ഇതിങ്ങനെ ആ ഡോപ്പമിൻ്റെ ഇതിങ്ങനെ കൂടാൻ തുടങ്ങും. അപ്പോൾ അതിനനുസരിച്ച് തന്നെ നേരെ അതുപോലെ താഴേക്കും വരും. പിന്നെ നമുക്ക് പിന്നെ നമ്മുടെ പഴയ ലെവലിൽ കീപ്പ് ചെയ്ത് പോകണമെന്നുണ്ടെങ്കിൽ പിന്നെ നമുക്ക് ഡ്രഗ്സ് ആവശ്യം വരും. അതായത് എത്രത്തോളം നമ്മളത് ഉപയോഗിക്കുന്നതോ അത്രത്തോളം അതിൽ നിന്നുള്ള പ്ലഷർ കുറഞ്ഞു വരികയും ചെയ്യും. പിന്നെ നമുക്ക് ആ പഴയ ലെവൽ കിട്ടണമെങ്കിൽ ഈ ഡ്രഗ്സിൻ്റെ ആവശ്യം വരും. ഈ മൊബൈലിലൊക്കെ സംഭവിക്കുന്നത് അത് തന്നെയാണ്. നമ്മളിങ്ങനെ വെറുതെ ഇങ്ങനെ സ്ക്രോൾ ചെയ്ത് പോകുന്നുണ്ടാവും. പഴയ ഒരു എൻ്റർടൈൻമെൻറ്റ് അതൊന്നും കിട്ടുന്നുണ്ടാവില്ല. ഇന്ന് ഇത് എടുത്തു വെച്ച് കഴിഞ്ഞാൽ ആകെ ഭ്രാന്താവും ചെയ്യും. അങ്ങനെ അതിനിങ്ങനെ അഡിക്റ്റായിട്ട് അതാണ് ഇതിൻ്റെ പിന്നാലെ പോയാലുള്ളൊരു പ്രശ്നം. മനുഷ്യന് ഈ ഒരു പ്ലഷറല്ല ശരിക്കും സീക്ക് ചെയ്യുന്നത്, മീനിങ് ആണ് എന്നുള്ളത് നമ്മുടെ വിക്ടർ ഫ്രാങ്കിൾ പറയുന്നുണ്ട് മാൻ സെർച്ച് ഫോർ മീനിങ് എന്നുള്ള പുസ്തകത്തിൽ. പുള്ളി ഈ നാസി ക്യാമ്പിൽ 3 വർഷം പീഡിപ്പിക്കപ്പെട്ട ആളാണ്. ആ സമയത്ത് തന്നെ ഈ ഒരു കയ്യെഴുത്ത് പ്രതി ഉണ്ട്. അതിന് ശേഷമാണ് പുള്ളി ഇത് പ്രസിദ്ധീകരിക്കുന്നത്. ശരിക്കും അതിൽ അതിജീവിച്ച ആളുകളൊക്കെ അവരുടെ ജീവിതം ഏതെങ്കിലും തരത്തിൽ മീനിങ് ഫുൾ ആയിരുന്നു. അവർക്ക് അവിടുന്ന് ഇറങ്ങിക്കഴിഞ്ഞാലും മീനിങ് ഫുള്ളായിട്ടുള്ള എന്തെങ്കിലും ചെയ്യാനുണ്ടായിരുന്നു എന്നതുകൊണ്ടാണ് അവർക്ക് അതിജീവിക്കാൻ കഴിഞ്ഞതെന്നാണ് ഫ്രാങ്കിൾ പറയുന്നത്. അതിന് ബേസ് ചെയ്തിട്ടൊരു ലോഗോ തെറാപ്പി എന്ന് പറഞ്ഞിട്ടൊരു ചികിത്സാ രീതിയൊക്കെ ആവിഷ്കരിച്ചിട്ടുണ്ട്. അതായത് ആളുകൾക്ക് ജീവിതത്തിൻ്റെ മീനിങ് കണ്ടെത്താൻ സഹായിക്കുക എന്നുള്ളത്. ശരിക്കും വേദനകളല്ലല്ലോ മനുഷ്യൻ്റെ പ്രശ്നം. വേദനകൾ, അതായത് ഇപ്പോൾ നമ്മുടെ ഒരു ആദർശത്തിനും മൂല്യത്തിനൊക്കെ വേണ്ടി നമ്മൾ ജീവൻ കൊടുക്കാനും മനുഷ്യൻ തയ്യാറാകും. എത്ര മരിച്ചു പണിയെടുക്കും. വേദനകളല്ല പ്രശ്നം. ഈ വേദനകൾ അർത്ഥശൂന്യമാകുന്നതാണ് പ്രശ്നം. അപ്പോൾ നമ്മളൊരു മൂല്യവത്തായ ഒരു കാര്യത്തിന് വേണമെങ്കിൽ എത്ര ആളുകൾ അവർ ജീവൻ ത്യജിക്കുന്നുണ്ട്. ഇപ്പോൾ നമുക്ക് അർത്ഥപൂർണ്ണമാണെന്ന് തോന്നിക്കഴിഞ്ഞാൽ നമ്മൾ കഷ്ടപ്പെട്ടപ്പോൾ ഇതിൻ്റെ പിന്നിലൊക്കെ ഒരുപാട് ആൾക്കാരുടെ അധ്വാനം ഉണ്ടാവും. ഇന്ന് നിങ്ങളോട് ഒരാഴ്ച ഒരു മൂടില്ലാത്ത പാട്ടിൽ വെള്ളം കോരണം എന്ന് പറഞ്ഞാൽ ആരെങ്കിലും ചെയ്യുമോ? ചെയ്യില്ല. അർത്ഥമില്ലാത്തൊരു കാര്യം മനുഷ്യനെ കൊണ്ട് ചെയ്യാൻ കഴിയില്ല എന്നുള്ളതാണ്. എന്തെങ്കിലും രീതിയിൽ ഇപ്പോൾ ഈ ഫാമിലി, ഇപ്പോൾ നമ്മൾ കുട്ടികളെ നോക്കുന്നതും ഇതൊക്കെ നമ്മുടെ ജീവിതത്തിനൊരു മീനിങ് ഫുൾ ആവുകയാണ്. നമുക്ക് കുട്ടികളുണ്ട്. ആ കുട്ടികൾ വളർന്നു വരുന്നത് കാണുമ്പോഴൊക്കെ നമ്മുടെ ജീവിതം കൊണ്ട് അർത്ഥപൂർണ്ണമായ എന്തെങ്കിലും ചെയ്യുകയാണ്. അപ്പോൾ മനുഷ്യൻ പ്രൈമറിലി സീക്ക് ചെയ്യുന്നത് മീനിങ് ആണെന്ന് എന്നാണ് വിക്ടർ ഫ്രാങ്കിൾ പറയുന്നത്. ഫ്രാങ്കിൾ മാത്രമല്ല, ഒരുപാട് പഠനങ്ങളും പറയുന്നുണ്ട്. ഒരു 2014 ഗാലപ്പും വെർജീനിയ സർവകലാശാലയിലെ ഒരു പ്രൊഫസറും കൂടെ ഏകദേശം 132 രാജ്യങ്ങളിൽ 1,40,000 ആളുകൾ നടത്തിയ സർവേ, അത് അവരുടെ ലൈഫ് ഹാപ്പി ആണോ, മീനിങ് ഫുൾ ആണോ, പിന്നെ
അവരുടെ സാമ്പത്തിക സ്ഥിതി, ഇതെല്ലാം പരിശോധിച്ചിട്ട് അതിൽ നിന്നെത്തി അവരെത്തിയ ഒരു കൺക്ലൂഷൻ, ഈ നേരത്തെ ഉസ്താദ് പറഞ്ഞ പിന്നെ സാമ്പത്തികമായി ഉന്നതിയിൽ നിൽക്കുന്ന രാജ്യങ്ങൾ ആത്മഹത്യ കൂടുന്നത്, ഈ കണക്കുകളൊക്കെ അതിലൊരു വിലയിരുത്തുന്നുണ്ട്. അപ്പോൾ ശരിക്കും ഈ സൂയിസൈഡിന് കാരണമാകുന്നത് ഹാപ്പിനെസ്സും സന്തോഷമില്ലായ്മയല്ല, ഈ മീനിങ് ഇല്ലാതാവുന്നതാണ്. ലൈഫിന് മീനിങ് ഇല്ലാത്തതുകൊണ്ടാണ് ഈ പറയുന്ന രാജ്യങ്ങളിൽ സൂയിസൈഡ് കൂടുന്നതും. എന്നാൽ അതിനേക്കാൾ താരതമ്യേന സന്തോഷവും ബുദ്ധിമുട്ടുകളൊക്കെ ഉള്ള ആഫ്രിക്കൻ രാജ്യങ്ങളിൽ സൂയിസൈഡ് കുറവുമാണ്. അവരുടെ ലൈഫ് മീനിങ് ഫുൾ ആണ് എന്നുള്ളൊരു ബോധം അവർക്കുണ്ട് എന്നുള്ളതാണ് ആ പഠനത്തിലും പറയുന്നത്. ശരിക്കും എന്തുകൊണ്ടാണ് ഇങ്ങനെ മീനിങ് ഇത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആവുമെന്ന് വെച്ചാൽ, ഇപ്പോൾ ഈ പലരും പറയാറുണ്ട് കുട്ടികളെ ശാസ്ത്രാവബോധവും യുക്തിചിന്തയൊക്കെ കുട്ടികളിൽ വളർത്തിയെടുക്കണം എന്നൊക്കെ. ശരിക്കും മനുഷ്യൻ ഈ ലോകത്തെയും ജീവിതത്തെയും മനസ്സിലാക്കുന്ന ഈ ശാസ്ത്രവും യുക്തിയും മാത്രം ഉപയോഗിച്ചൊന്നല്ല. ചെയ്യുന്ന എല്ലാ കാര്യത്തിലും നമ്മൾ ഇപ്പോൾ ഈ പറയുന്ന ആളുകൾ പോലും അവർ ജന്മദിനമൊക്കെ ആഘോഷിക്കാറുണ്ടാവും, ആനിവേഴ്സറി ഒക്കെ ആഘോഷിക്കും. ഭൂമി ഇങ്ങനെ സൂര്യൻ ചുറ്റി ഏതോ ഒരു പോയിന്റിൽ എത്തിയപ്പോഴാണ് ഞാൻ ജനിച്ചത് അല്ലെങ്കിൽ കല്യാണം കഴിച്ചത് എന്നുള്ളതുകൊണ്ട് പിന്നെ എല്ലാ പ്രാവശ്യവും അവിടെ എത്തുമ്പോൾ കേക്ക് മുറിച്ച് ആഘോഷിക്കുന്നതിൽ പ്രത്യേകിച്ച് ലോജിക്കും ശാസ്ത്രമൊന്നും ഇല്ലല്ലോ. ആ ഒരു ദിവസത്തിന് ആ ഒരു പൊസിഷന് നമ്മളൊരു മീനിങ് കൊടുക്കുകയാണ്, അത് നമുക്ക് വളരെ പ്രധാനപ്പെട്ടതാണ് എന്നുള്ളത്. അതുപോലെ ഓരോരുത്തർക്കും ചിലപ്പോൾ നമ്മൾ സ്ഥലങ്ങൾക്ക് പിന്നെ പ്രത്യേക മീനിങ് കൊടുക്കും. നമ്മൾ ആദ്യമായിട്ട് അല്ലെങ്കിൽ നമുക്ക് അത്രയും പ്രിയപ്പെട്ട ഒരാളൊരു സമ്മാനം തന്നു കഴിഞ്ഞാൽ അതിനൊരു പ്രത്യേക മീനിങ് ഉണ്ടാവും. അതേ കമ്പനിയുടെ അതേ സാധനം മാർക്കറ്റിൽ കണ്ടു കഴിഞ്ഞാൽ ഇത് രണ്ടും ഒരുപോലെ ആവില്ല. സയൻറ്റിഫിക്കലി ലോജിക്കലി അതിൻ്റെ പർപ്പസൊക്കെ ഒന്ന് തന്നെ ആയിരിക്കും. പക്ഷെ നമുക്ക് ഈ സമ്മാനം കയ്യൊപ്പൊക്കെ ഇട്ട് സമ്മാനം തന്നു കഴിഞ്ഞാൽ അതിനൊരു പ്രത്യേക മീനിങ് ഉണ്ടാവും. അപ്പോൾ നമ്മളെങ്ങനെയാണ് എല്ലാ കാര്യങ്ങളും മനസ്സിലാക്കുന്നത്? നമ്മൾ ഒരു വാർത്ത കേൾക്കുമ്പോൾ അതിനോടൊക്കെ നമുക്ക് ആന്തരികമായിട്ട് നമ്മൾ പ്രതികരിക്കാൻ നിർബന്ധിതരാകുന്നുണ്ട്. വെറുതെ ഈ മരങ്ങൾ വളരുന്ന പോലെ ഇങ്ങനെ അല്ലെങ്കിൽ മൃഗങ്ങൾ അതിജീവിക്കുന്ന പോലെ മനുഷ്യന് ജീവിക്കാൻ കഴിയില്ല. മനുഷ്യൻ ഒരു സ്വത്വത്തെക്കുറിച്ച് ബോധമുള്ളൊരു ജീവിയാണ്. ജീവിതം എന്ന് പറഞ്ഞാൽ ബോധപൂർവമുള്ളൊരു പ്രവൃത്തിയാണ്. അപ്പോൾ അതിനൊരു ലക്ഷ്യം വേണം. നമ്മൾ എന്താണ് ചെയ്യുന്നത്, എന്തിനാണ് ചെയ്യുന്നത് എന്നുള്ളതൊക്കെ. വെറുതെ കുറേ സന്തോഷമുള്ള നിമിഷങ്ങൾ ചേർത്ത് വെച്ചാണ്ട് ജീവിതം എന്ന് പറയാൻ കഴിയില്ല. കുറേ സീനുകൾ എഴുതി വെച്ച് കഴിഞ്ഞാൽ നോവലോ സിനിമ ഒന്നും ആവില്ലല്ലോ. ഇതെല്ലാം കൂടി ചേർത്ത് വെച്ചിട്ട് മീനിങ് ഫുള്ളായിട്ടുള്ളൊരു സംഭവം എല്ലാ മനുഷ്യർക്കും അത്യാവശ്യമാണത്. അതില്ലാതാവുമ്പോഴാണ് നമുക്ക് ഈ ഒരു പ്രശ്നങ്ങളൊക്കെ വരുന്നത്. ഇനിയും അതിനെക്കുറിച്ച് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പറയുകയാണെങ്കിൽ എന്തുകൊണ്ടാണ് ഈ മീനിങ് ഇല്ലായ്മ ഈ മാനസിക പ്രതിസന്ധികൾക്ക് കാരണമാകുന്നത് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഈ ലോകത്തെ മനസ്സിലാക്കാൻ വേണ്ടി ഇങ്ങനെ നമ്മളെല്ലാവരും ജീവിതത്തെക്കുറിച്ച് ഓരോ കഥകൾ പറയുന്നുണ്ട്. നമ്മളെ ജീവിതത്തെക്കുറിച്ച് എന്തുകൊണ്ടാണ് അതങ്ങനെ സംഭവിച്ചത്, ഞാൻ എന്താണ് ഇവിടെ ചെയ്യുന്നത് എന്നുള്ള നമ്മളറിയാത്ത തന്നെ ഓരോ കഥകൾ നമ്മളിങ്ങനെ ഉണ്ടാക്കുന്നുണ്ട്. അവനെന്തുകൊണ്ടാണ് എന്നോട് ഇങ്ങനെ പറഞ്ഞത്, ഇതിനൊക്കെ നമുക്കൊരു എക്സ്പ്ലനേഷൻ ഉണ്ട്. അപ്പോൾ നമ്മൾ ഈ ലോകത്തെ മനസ്സിലാക്കുന്നതിലും നമുക്ക് ഇതുപോലൊരു മാതൃക ഉണ്ട്. അപ്പോൾ നമുക്ക് മുസ്ലിംസ് ആണെങ്കിൽ നമുക്ക് ഇതൊരു നശ്വരമായിട്ടുള്ള ജീവിതമാണ്, ജീവിതത്തിൻ്റെ ലക്ഷ്യം ഇന്നതാണ്, ഈ ജീവിതം ഇങ്ങനെയൊക്കെയാണെന്നുള്ളൊരു മോഡൽ ഉണ്ടാവും. അതല്ലാത്തവർക്ക് നേരത്തെ പറഞ്ഞ യോലോ, ലൈഫ് ഈസ് ഷോർട്ട്, എൻജോയ്, അതാണ് അവരുടെ ഒരു ലോകത്തിൻ്റെ മാതൃക, ഈ ജീവിതം എന്താണെന്നുള്ളത്. അതൊരു ആന്തരിക മാതൃക എന്ന് പറയാം. പിന്നെ നമ്മുടെ നമ്മുടെ കൺമുന്നിൽ ഇങ്ങനെ ഓരോ ദിവസവും വരുന്ന യഥാർത്ഥ ജീവിതം, ഇത് രണ്ടും തമ്മിൽ കോൺഫ്ലിക്റ്റ് ആവുന്ന സമയത്തൊക്കെ മനുഷ്യൻ ഭയങ്കരമായിട്ട് സംഘർഷത്തിലാവുന്നതാണ്. അതിപ്പോൾ എൻ്റെ ജീവിതത്തെക്കുറിച്ചുള്ള എൻ്റെ കൺസെപ്റ്റ് ഈ ലൈഫ് ഷോർട്ടാണ്, എൻജോയ്, അടിച്ചുപൊളി എന്നൊക്കെ ഉള്ളൊരു കൺസെപ്റ്റിലാണെന്നുണ്ടെങ്കിൽ അതിന് വിരുദ്ധമായിട്ടുള്ള എന്തെങ്കിലും സംഭവിക്കുമ്പോൾ നമ്മൾ ആകെ ഒരു പിടുത്തം കിട്ടാതെ കിളിവാരി നിൽക്കുന്ന ഒരു അവസ്ഥയിലേക്ക് വരും എന്നാണ് പറയുന്നത്. എന്താണ് ചെയ്യേണ്ടതെന്ന് അറിയില്ല, എന്താ സംഭവിക്കുകയെന്ന് അറിയില്ല, ഒരു പിടുത്തമില്ലാതെ ഇങ്ങനെ നിൽക്കുന്ന, അതാണ് ഈ പലർക്കും സംഭവിച്ചു പോകുന്നത്. ജീവിതത്തെക്കുറിച്ച് മോഡേണിറ്റി പറയുന്നത് ഇങ്ങനെയുള്ളൊരു കൺസെപ്റ്റാണ്. യഥാർത്ഥ ജീവിതവുമായിട്ട് അതിന് പ്രത്യേകിച്ച് ബന്ധമൊന്നുമില്ല. യഥാർത്ഥ ജീവിതം അള്ളാഹു പറഞ്ഞ പോലെ കുറേ പരീക്ഷണങ്ങളും ഇതെല്ലാം കൂടി നിറഞ്ഞതാണ് യഥാർത്ഥ ജീവിതം. അപ്പോൾ ഇത് രണ്ടും കൂടിയുള്ള ഒരു കോൺഫ്ലിക്റ്റാണ് ഇപ്പോൾ ഈ കാണുന്ന ഈ ആങ്സൈറ്റിൻ്റെയും ഇതിൻ്റെയൊക്കെ പിന്നിലുള്ളൊരു കാരണം. നമ്മൾ മനസ്സിലുണ്ടാക്കി വെച്ച ജീവിതവും യഥാർത്ഥ ജീവിതവും തമ്മിൽ പൊരുത്തപ്പെടുന്നില്ല എന്നാണ്. അപ്പോൾ ഈ ഫലസ്തീനികളുടെ മനക്കരുത്തിൻ്റെ ഒരു രഹസ്യം എന്താണ്? ഇപ്പോൾ അമേരിക്കക്കാരൊക്കെ ഫലസ്തീനികളുടെ വിശ്വാസ ദൃഢതയും മനക്കരുത്തിനെ കുറിച്ചൊക്കെ പഠിക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്.
അവർക്ക് യാഥാർത്ഥ്യത്തെ ഉൾക്കൊള്ളാൻ പറ്റുന്നുണ്ട് എന്നുള്ളതാണ്. അതായത് നമ്മൾ ജീവിതത്തെ കാണുന്നത് മരണത്തിന് മുമ്പുള്ള ആ ഒരു ചെറിയ ഫ്രെയിമിലുള്ള ജീവിതമാണ് നമുക്ക് ജീവിതം. അതിൻ്റെ ഉള്ളിലൂടെ നോക്കുമ്പോൾ പല സംഭവങ്ങളും നമുക്ക് മനസ്സിലാവില്ല. ഇതെന്താ ഇങ്ങനെ, എന്തിനാണ് എന്നെങ്ങനെ പരീക്ഷിക്കണത് എന്നൊക്കെ തോന്നും. അവരെ സംബന്ധിച്ചിടത്തോളം മരണവും മരണാനന്തര ജീവിതവുമുള്ള ആ ഒരു വലിയ ഫ്രെയിമിലാണ് അവർ കാണുന്നത്. അവർക്ക് തീർച്ചയായും അവർ പ്രിയപ്പെട്ടവർ മരണപ്പെടുമ്പോൾ, മക്കൾ നഷ്ടപ്പെടുമ്പോൾ തീർച്ചയായും വേദനയും സങ്കടമൊക്കെ ഉണ്ട്. പക്ഷെ അതിനെ മറികടക്കാനുള്ള അവർക്കൊരു മീനിങ് ഫുൾ എക്സ്പ്ലനേഷനും അവർക്കുണ്ട് എന്നുള്ളതാണ്. ഇത് എൻ്റെ കുട്ടി റബ്ബിൻ്റെ അടുത്ത് നിന്ന് വന്നാണ്, റബ്ബിൻ്റെ അടുത്തേക്കാണ് പോകുന്നത്, ഞാനും നാളെ റബ്ബിൻ്റെ അടുത്തേക്ക് തന്നെ പോവും. അവർ അനുഭവിക്കുന്ന എല്ലാത്തിനും അവർക്കൊരു മീനിങ് ഫുൾ എക്സ്പ്ലനേഷൻ ഉണ്ട് എന്നുള്ളതാണ്. എന്നാൽ നമ്മളൊരു ലിബറൽ പാരഡൈമിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇങ്ങനെയുള്ള ഒന്നിനും ലൈഫിന് തന്നെ മീനിങ് ഇല്ല. പിന്നെ ഇങ്ങനെയുള്ള വിഷമങ്ങൾ വരുമ്പോൾ അതിനും പ്രത്യേകിച്ച് മീനിങ് ഇല്ല. ഒരു മീനിങ് ഇല്ലായ്മയാണ് മാനസിക രോഗങ്ങളുടെ ഒരു അടിസ്ഥാന പ്രശ്നം എന്ന് വേണമെങ്കിൽ പറയാം. മീനിങ് നഷ്ടപ്പെട്ടതിൻ്റെ കാരണം നമ്മൾ എന്താണ്, ആ ഒരു ജ്ഞാനോദയത്തിൻ്റെ ഒരു പ്രധാന സവിശേഷത എന്നുള്ളത് നമ്മൾ വേദങ്ങളെയും പ്രവാചകന്മാരെയും മതത്തെയൊക്കെ ഒഴിവാക്കിയിട്ട് ശാസ്ത്രത്തിനെയും യുക്തിയെയും നമ്മൾ അടിസ്ഥാന പ്രമാണങ്ങളാക്കി സ്വീകരിച്ചു. ഇപ്പം നമ്മൾ മതത്തെ വരെ ശാസ്ത്രത്തിൻ്റെ കണ്ണിലൂടെയാണ് നോക്കുന്നത്. ഖുർആൻ നമ്മളോട് എന്താണ് പറയുന്നത് നോക്കുന്നതിന് പകരം നമ്മൾ ഖുർആനിൽ ശാസ്ത്രം ഉണ്ടോ എന്നാണ് നോക്കുന്നത്. നമ്മളെ ആരാധന കർമ്മങ്ങളും ഇതെല്ലാം അത് ഭൗതിക യുക്തിക്ക് അനുസരിച്ച് ഇങ്ങനെ വിശദീകരിക്കാൻ ശ്രമിക്കുകയാണ്. അതിൽ ആത്മീയ പൊരുൾ എന്താണെന്ന് മനസ്സിലാക്കുന്നതിന് പകരം, അല്ലെങ്കിൽ അതിൻ്റെ അർത്ഥം എന്താണെന്ന് മനസ്സിലാക്കുന്നതിന് പകരം അത് ശാസ്ത്രത്തിനനുസരിച്ച് വിശദീകരിക്കാനും ഇത് ചെയ്താൽ എനിക്കുള്ള ഭൗതിക ഗുണം എന്താണ് എന്നുള്ള രീതിയിലൊക്കെയാണ് ഇപ്പോൾ നമ്മൾ മതത്തെ പോലും മനസ്സിലാക്കുന്നത്. അപ്പോൾ അങ്ങനെ നമ്മൾ മതത്തെ മനസ്സിലാക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ, ഇപ്പോൾ നമ്മൾ മുസ്ലിം ആയിക്കഴിഞ്ഞാലും നമുക്ക് ഈ എന്താണ് ചെയ്യുന്നതെന്നോ അല്ലെങ്കിൽ ജീവിതത്തിൻ്റെ അർത്ഥം എന്താണെന്നോ ഇത് നമുക്കൊരു നിർവചനം കിട്ടിയതുകൊണ്ടൊന്നും കാര്യമില്ല. ജീവിതത്തിൻ്റെ ലക്ഷ്യം അള്ളാഹുവിനെ ആരാധിക്കലാണെന്നൊരു നിർവചനം കിട്ടിയതുകൊണ്ട് നമുക്ക് ഈ പ്രശ്നങ്ങളൊന്നും ഇല്ലാതാവില്ല. നമ്മുടെ ജീവിതം അർത്ഥപൂർണമാണെന്ന് നമുക്ക് സ്വയം ബോധ്യമാവണം. ഇപ്പോൾ ഒരാൾ സ്നേഹിക്കാനൊന്നും ആരും ഇല്ലാതെ ഒറ്റപ്പെട്ട് നിൽക്കുന്ന ഒരാൾക്ക് സ്നേഹത്തിൻ്റെ നിർവചനം പറഞ്ഞു കൊടുത്തുകൊണ്ട് അയാൾ പ്രശ്നങ്ങൾക്കൊന്നും പരിഹാരമാവില്ല. അതുപോലെ തന്നെ ജീവിതത്തിൻ്റെ ലക്ഷ്യം അള്ളാഹുവിനെ ആരാധിക്കലാണെങ്കിൽ അള്ളാഹുവിനെ അറിയലാണെന്ന് വെറുതെ ഒരു ഡെഫിനിഷൻ കിട്ടിയതുകൊണ്ട് കാര്യമില്ല. അത് എന്താണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്, നമ്മൾ ഈ ചെയ്യുന്നതിൻ്റെ ഈ ദീനിൻ്റെ, അതായത് അതിൻ്റെ തസവുഫിൻ്റെ ഭാഗമായിട്ട് വരുന്ന ആ ആഴത്തിലേക്ക് ഇറങ്ങി അത് ഉൾക്കൊണ്ട് എൻ്റെ ജീവിതം അർത്ഥപൂർണമാണെന്ന് സ്വയം ബോധ്യമാകുമ്പോഴേ എന്താവുള്ളൂ, നമുക്ക് ജീവിതം അർത്ഥപൂർണമാവുള്ളൂ. അപ്പോൾ സ്വാഭാവികമായിട്ടും സൂഫികളൊക്കെ പറയുന്ന രീതിയിൽ അവർക്ക് എന്ത് സംഭവിച്ചു കഴിഞ്ഞാലും അവർക്ക് പരീക്ഷണമൊക്കെ വന്നു കഴിഞ്ഞാൽ അവർ അൽഹംദുലില്ലാ എന്നൊക്കെ പറയും. രോഗം വന്നു എന്നൊക്കെ പറയുമ്പോൾ അൽഹംദുലില്ലാ എന്ന് പറയും. നമ്മൾ അത്ര ഒരു അണ്ടർസ്റ്റാൻഡിങ് ഇല്ലാത്ത നമ്മൾ രോഗം മാറാൻ വേണ്ടി അള്ളാഹുവിനോട് ദുആ ചെയ്യും. അതിലും കുറച്ച് താഴെയുള്ള ആളുകൾ ചിലപ്പോൾ അള്ളാഹുവിന് ചീത്ത പറയും. അതിലും താഴെയുള്ള ആളുകൾ അള്ളാഹു ഉണ്ടായിട്ട് എനിക്കെന്തിന് രോഗം വന്നതെന്ന് പറഞ്ഞിട്ട് മതം ഉപേക്ഷിച്ച് പോവും. അപ്പോൾ ആ മനസ്സിലാക്കുന്ന രീതിയിലാണ് ഇതൊക്കെ വരുന്നത്. ഷഫീർ പറഞ്ഞ അവിടെ തന്നെ തുടർന്നാൽ ഇപ്പം മീനിങ് നമ്മളെ ഒരു ലോകവീക്ഷണം അനുസരിച്ചാണ് ശരിക്കും പറഞ്ഞാൽ അപ്പോൾ നമുക്ക് എല്ലാ ആക്ഷൻ്റെയും എല്ലാ അനുഭവങ്ങളുടെയും മീനിങ് കിട്ടുക. പറഞ്ഞാൽ നമുക്കൊരു രോഗം വന്നു, ഒരു കഷ്ടപ്പാടുള്ളൊരു രോഗം. ഈ രോഗം വരുമ്പോൾ അതിനിപ്പോൾ ഫോർ എക്സാമ്പിൾ ഒന്നുകിൽ നമ്മളെ അതിൻ്റെ ചികിത്സ നമുക്ക് അഫോർഡബിൾ അല്ല, അല്ലെങ്കിൽ ആ ചികിത്സ നിലവിൽ ലഭ്യമല്ല, അല്ലെങ്കിൽ അപൂർണമാണ്. അങ്ങനെയുള്ളൊരു രോഗം വന്നു കഴിഞ്ഞാൽ ജീവിതം എന്ന് പറഞ്ഞാൽ അത് എൻജോയ് ചെയ്യാനുള്ളതെന്ന് മനസ്സിലാക്കിയ ഒരാളെ സംബന്ധിച്ചിടത്തോളം നേരത്തെ പറഞ്ഞ പോലെ പിന്നെ എന്ത് ചെയ്യണം എന്നുള്ളതിനെ പറ്റി വ്യക്തതയൊന്നുമില്ല. അപ്പോൾ രണ്ട് രീതിയിലാണ് സാധാരണ പിന്നെ എന്താ പറയുക ഈ ചിന്തയിലുള്ളവർ അതിനെ സമീപിക്കാറ്. ഒന്ന്, ഇനിയുള്ള സമയം മാക്സിമം എന്ത് ചെയ്യുക, സാധ്യമാവും പോലെ എൻജോയ് ചെയ്യുക. അതിനാണ് പോസിറ്റീവ് ചിന്തക്കാർ പഠിപ്പിക്കുക. അങ്ങനത്തെ ഉദാഹരണങ്ങളാണ് തരിക. അപ്പം ക്യാൻസർ ബാധിച്ചു, അതിൻ്റെ ലാസ്റ്റ് സ്റ്റേജിൽ നിന്നാണ് എന്ത് ചെയ്തത്, ഐഡൻറ്റിഫൈ ചെയ്തത്. ഇനി എന്തായാലും റിക്കവറി സാധ്യത ഇല്ല എന്ന് കണ്ടാൽ ഒന്നുകിൽ ഈ പറഞ്ഞ ഫിലോസഫി ഉള്ളവർ തന്നെ മാക്സിമം ആണ്ട് എൻജോയ് ചെയ്ത് കണ്ട് ഇനിയുള്ള സമയമാണ്ട് മുതലാക്കുക എന്നുള്ള പോണ ഒരു ചെറിയ വിഭാഗമുണ്ട്. രണ്ടാമത്തെ ഒരു വിഭാഗം സ്വാഭാവികമായിട്ട് അതോടുകൂടി തകരുകയും ചെയ്യുന്ന ഒരു പക്ഷേ തകർച്ച സ്വയം നാശത്തിലേക്കോ അല്ലെങ്കിൽ മറ്റുള്ളവരെ നശിപ്പിക്കുന്നതിലേക്കോ.
ഈ തകർച്ച, മനുഷ്യൻ്റെ അകത്ത് തകർച്ച ഉണ്ടായാൽ അത് രണ്ട് രീതിയിൽ എക്സ്പ്രസ് ചെയ്യും. ഒന്നുകിൽ ഇപ്പോൾ ഒരാൾ സ്വയം തകർന്നു, അയാൾ തകർന്നു കഴിഞ്ഞാൽ ഒന്നുകിൽ അയാൾ തന്നെ നശിപ്പിച്ചുകൊണ്ടാണ് അത് ആ തകർച്ച പൂർണ്ണമാക്കുക, അല്ലെങ്കിൽ അതിനോട് പ്രതികരിക്കുക. അത് നമുക്ക് പിന്നെയും സഹിക്കാം. അതേസമയം ആ തകർച്ച മറ്റുള്ളവരെ നശിപ്പിച്ചുകൊണ്ട് ആ തകർച്ചയോട് പ്രതികരിക്കുന്ന രീതിയുണ്ട്. അതാണ് ഇപ്പോൾ നമ്മൾ US കാണുന്ന വെടിവെപ്പുകൾ പലതും അതാണ്. സ്കൂളുകളിലൊക്കെ നടക്കുന്ന വെടിവെപ്പുകൾ എന്ന് പറഞ്ഞാൽ ജീവിതത്തിന് അർത്ഥമില്ലാതാകുകയും അല്ലെങ്കിൽ പാരൻറ്റിങ് ഇഷ്യൂസിൻ്റെ പേരിൽ ഇങ്ങനെയൊക്കെ ഉണ്ടാകുന്ന തകർച്ചകളെ, ആ തകർച്ചയോടുള്ള പ്രതികരണം ചുറ്റുപാടിനെ നശിപ്പിച്ചുകൊണ്ടാകുന്ന ഒരു രീതിയാണ്. അപ്പോൾ ഇതൊക്കെ ഈ പറഞ്ഞ എന്താ പറയുക, ഈ മീനിങ് അവസാനിക്കുന്നിടത്തു നിന്നുണ്ടാകുന്ന ഒരു പ്രശ്നം. അതേസമയം നേരത്തെ പറഞ്ഞ പോലെ ഒരു ശരിയായ വിശ്വാസി അതിനെ കാണുന്നത് കുറേയും കൂടെ വലിയൊരു ക്യാൻവാസിലാണ്. അതുകൊണ്ട് തന്നെ അവന് ശരിക്കും പറഞ്ഞാൽ അസുഖം വരുമ്പം അതിനെ അവന് കാണാൻ കുറേയും കൂടെ അർത്ഥം ലഭിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോഴാണ് അവർ അൽഹംദുലില്ലാ എന്ന് പറയുക. കാരണം അല്ലാഹു റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളെ പഠിപ്പിച്ചിരിക്കണതിന് എന്താ പറയുക, ഒരു ഹദീസ്, എത്രയോ ഹദീസുകളുണ്ട് സമാനമായ രീതിയിലുള്ള, ഒരാൾക്ക് ഒരു ദറജ അള്ളാഹു നിശ്ചയിച്ചിട്ടുണ്ടാവും. അതിലേക്ക് അവൻ അമലുകൾ കൊണ്ട് എത്താതിരിക്കുമ്പോൾ അള്ളാഹു നമുക്ക് നിശ്ചയിച്ചിരിക്കുന്ന ഒരു ആത്മീയമായ പദവി ഉണ്ടാവും. ആഖിറത്തിൽ നമുക്ക് നിശ്ചയിച്ചു വെച്ചിരിക്കുന്ന ചില എന്താ പറയുക, സമ്മാനങ്ങളുണ്ടാവും. ആ സമ്മാനങ്ങൾ വാങ്ങാൻ അധ്വാനം കൊണ്ട്, അമലുകൾ കൊണ്ട് നമ്മൾ എത്താതിരിക്കുമ്പോൾ അള്ളാഹു നമുക്ക് പരീക്ഷണങ്ങൾ തരും. ആ പരീക്ഷണങ്ങളിൽ സ്വബർ ചെയ്തുകൊണ്ട് ആ പരീക്ഷണങ്ങളുടെ വേദന അനുഭവിച്ചതിൻ്റെ പേരിൽ അവന് ദറജ അവൻ ലഭിക്കും. അവൻ അള്ളാഹു തന്ന ഗിഫ്റ്റിന് അങ്ങനെ അവൻ അർഹനാകും എന്ന് മനസ്സിലാക്കുന്ന ഒരാൾ ഇതിനെ അപ്പോൾ കാണുന്ന ഒരു ആംഗിൾ മാറി. കാരണം അയാൾ അസുഖം കാണുമ്പോൾ മനസ്സിലാക്കുന്നത്, ഞാൻ എന്തായാലും കുറേ അമലൊന്നും ചെയ്തില്ല, അള്ളാഹു എനിക്ക് എന്തെങ്കിലും തരാൻ നിശ്ചയിച്ചിട്ടുണ്ടാവും, അത് തരാനുള്ളൊരു കാരണമായിരിക്കും ഇത്, അൽഹംദുലില്ലാ എന്ന് പറയാനാണ് അയാൾക്ക് കഴിയുക എന്നുള്ളതാണ്. അതിപ്പോൾ ഈ പറഞ്ഞ മീനിങ്ങിൻ്റെ ആ ഒരു ഫിലോസഫി മാറുന്നതിനനുസരിച്ച് മീനിങ്ങും അതിൻ്റെ അനുഭവവും മാറുകയും അത് ജീവിതത്തോടുള്ള നിലപാടിനെ രൂപപ്പെടുത്തുകയും ചെയ്യുന്നതിൻ്റെ വ്യത്യാസം അവിടെയാണ്. ഇവിടുന്ന് പിന്നെ അയാൾ കൂടുതൽ അതിനെ കുറേം കൂടെ ഒരു പോസിറ്റീവ് മൈൻഡ് സെറ്റിൽ സമീപിക്കാൻ കഴിയും എന്നുള്ളതാണ് അതിൻ്റെ ഒരു സൈഡ്. നമ്മൾ പറഞ്ഞു വന്നത് ഈ ആധുനികത, മോഡേണിറ്റി, മെൻ്റൽ ഹെൽത്ത്, മീനിങ്, ക്രൈസിസ് ഓഫ് മീനിങ് എന്നുള്ളതാണല്ലോ അപ്പോൾ നമ്മളൊരു തീം എന്ന് പറഞ്ഞത്. അപ്പോൾ മോഡേണിറ്റി, ആധുനികം എന്ന് കരുതപ്പെടുന്ന അല്ലെങ്കിൽ ആധുനികം എന്ന് ഘോഷിക്കപ്പെടുന്ന ചിന്താപദ്ധതികളും ജീവിത രീതിയും ശരിക്കും പറഞ്ഞാൽ മനുഷ്യൻ്റെ ആത്യന്തികമായ അവൻ്റെ ജീവിതത്തിൻ്റെ നിലനിൽപ്പിൻ്റെ തന്നെ അടിസ്ഥാനമായ മീനിങ്ങിനെ എന്ത് ചെയ്യുന്നു, നശിപ്പിക്കുകയോ അല്ലെങ്കിൽ അതിനെ കൺഫ്യൂഷനിലാക്കുകയോ അല്ലെങ്കിൽ അതിൻ്റെ സ്കോപ്പ് കുറക്കുകയോ ചെയ്യുന്നു എന്നതാണ് ഇപ്പോൾ നമ്മൾ ഇപ്പോൾ ഈ പറഞ്ഞു വന്ന ചർച്ചയുടെ ഒരു ചുരുക്കമെന്ന് തോന്നുന്നു. അതുകൊണ്ട് തന്നെ അത് സ്വാഭാവികമായി മനുഷ്യൻ്റെ ജീവിതത്തെ അത് പ്രതിസന്ധിയിലാക്കുന്നു, ആ ക്രൈസിസ് ഓഫ് മീനിങ്ങിലേക്ക് കൊണ്ടുപോകുന്നു. അത് മനുഷ്യൻ്റെ മെൻ്റൽ ഹെൽത്തിനെ സ്വാധീനിക്കുന്നു, അതിനെ നെഗറ്റീവായിട്ട് സ്വാധീനിക്കുന്നു. ആ സ്വാധീനം എന്ത് ചെയ്യുന്നു, മനുഷ്യൻ്റെ സാമൂഹികമായ ഹെൽത്തിനെ സ്വാധീനിക്കുന്നു. അതാണ് ഇപ്പോൾ വെസ്റ്റേൺ കൺട്രീസിലൊക്കെ മാനിഫെസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നതെന്ന് വേണം മനസ്സിലാക്കാൻ. അപ്പോൾ ഇത്ര തന്നെ പറയാൻ ഉദ്ദേശിച്ചത്, നമ്മൾ പൊതുവേ മതത്തിനെ കാണുന്ന രീതിയിൽ മാറ്റം വരാൻ തുടങ്ങിയിട്ടുണ്ട്. നമ്മളിങ്ങനെ എല്ലാത്തിനെയും ഒരു ശാസ്ത്രീയമാക്കാനും ശാസ്ത്രത്തിൻ്റെ കണ്ണിലൂടെയും അങ്ങനെ എല്ലാം ശാസ്ത്രീയമാക്കേണ്ടതില്ല. അല്ലെങ്കിൽ എന്താണ് ശാസ്ത്രം, എന്താണ് അവർ ഭൗതിക യുക്തിയൊക്കെ ആയിരിക്കും ഉദ്ദേശിക്കുന്നത്. അല്ലെങ്കിൽ യുക്തിചിന്ത എന്നറിയാത്തവർ ഇതെല്ലാം ജീവിതം മൊത്തം ഇതുപയോഗിച്ച് ചെയ്യേണ്ടതാണ് എന്നുള്ളൊരു തെറ്റിദ്ധാരണയിലൊക്കെ പറയും. അതായത് ഫോർ സയൻസ് ദിസ് വേൾഡ് ഈസ് എ പ്ലേസ് ഓഫ് ഒബ്ജക്ട്സ്, ഫോർ റിലീജിയൻ ദിസ് വേൾഡ് ഈസ് എ പ്ലേസ് ടു ആക്ട് എന്നാണ്. ഇത് പ്രവർത്തിക്കാനുള്ളൊരു മണ്ഡലമാണ്. ശാസ്ത്രം എന്ന് പറഞ്ഞാൽ ഇതെന്തൊക്കെയാണ് വസ്തുക്കൾ എന്നുള്ളത് മാത്രമേ പറയുള്ളൂ. അപ്പോൾ അവരിങ്ങനെ ശാസ്ത്രം എല്ലാം ശാസ്ത്രീയമാക്കണം എന്നുള്ളൊരിതിൻ്റെ പേരിൽ നമ്മളൊരിക്കലും മതത്തെ ആ ഒരു രീതിയിൽ കാണരുത്. മതം നമ്മളോട് എന്താണ് പറയുന്നത്, നമ്മൾ ജീവിതം കൊണ്ട് എന്താണ് ചെയ്യേണ്ടത് എന്നുള്ളതാണ് മതത്തിൻ്റെ സ്കോപ്പ്. അപ്പോൾ ഇത് രണ്ടും കൂടെ ഇങ്ങനെ ഭയങ്കരമായിട്ട് കൺഫ്യൂഷൻ ആക്കുന്നുണ്ട്. ഇപ്പോൾ കുറച്ച് ദിവസം മുമ്പ് ഒരു പ്രമുഖ ആൾ കുട്ടികളെ ശാസ്ത്രചിന്തയും ശാസ്ത്രാവബോധവും യുക്തിചിന്തയും പഠിക്കണം, മതങ്ങൾ പൊട്ടത്തരമാണ് എന്നുള്ള. ഈ പൊട്ടത്തരമാകാൻ ഒരു കാരണം ശരിക്കും മിത്തുകൾ ഇപ്പോൾ നമ്മൾ മണ്ടത്തരം പൊട്ടത്തരം എന്നൊക്കെയാണ് പറയുന്നത്, കെട്ടുകഥകളാണെന്ന്. ശരിക്കും ഈ മിത്തുകൾ പറയുന്നത് ജീവിതത്തെക്കുറിച്ചാണ് മിത്തുകൾ പറയുന്നത്. അതിനുള്ളിലൊക്കെ ഒരു മീനിങ് ആണല്ലോ, കഥയാണുള്ളത്. അതിൽ പറയുന്ന പല കാര്യങ്ങളും സിംബോളിക്കാണ്.
നമ്മൾ മനസ്സിലാക്കുന്ന ഒരു ശാസ്ത്രം മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് മിത്ത് ഉപയോഗിച്ചിരുന്നത് എന്നാണ്. ശരിക്കും മിത്തോളജി എന്ന് ഗൂഗിൾ ചെയ്താൽ തന്നെ കിട്ടും മിത്തോളജി, മിത്ത് എന്താണെന്നുള്ളത്. അതുപോലും മനസ്സിലാവാതെ നമ്മൾ അതിനൊക്കെ ഇങ്ങനെ പരിഹസിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ഖുർആൻ തന്നെ അള്ളാഹു പറയുന്നുണ്ട്, ഇതിൽ ഉപമകളുണ്ട്, ആലങ്കാരിക പ്രയോഗങ്ങളുണ്ട്, അവ്യക്തമായതുണ്ട്, സുവ്യക്തമായതുണ്ട്, ആഴത്തിൽ ചിന്തിക്കണം എന്നൊക്കെ ഖുർആനിൽ അള്ളാഹു പറയുന്നുണ്ട്. പക്ഷെ നമ്മൾ അതൊക്കെ വിട്ടിട്ട് അതിലെവിടെ ശാസ്ത്രമുള്ളതെന്ന് തിരഞ്ഞെടുക്കുകയാണ്. അപ്പോൾ അത്തരം ഒരു അത് ആധുനികതയുടെ ഭാഗമായിട്ട് നമ്മുടെ ചിന്തകളെ സ്വാധീനിക്കുന്നതാണ്. നമ്മൾ ചെയ്യുന്ന അമലുകളൊക്കെ ഇപ്പോൾ ഇസ്ലാം പന്നിയിറച്ചി നിരോധിച്ച് പറഞ്ഞാൽ പന്നിയിറച്ചി കഴിച്ചാൽ നമുക്ക് ശരീരത്തിനുണ്ടാകുന്ന ദോഷങ്ങളാണ് നമ്മൾ ആദ്യം തേടിപ്പോവുക. അങ്ങനെ ചെയ്യേണ്ട സംഭവം അങ്ങനെ ഉണ്ടാവും, അതിൽ ഹിക്മത്ത് ഉണ്ടാവും, അങ്ങനെ പഠിക്കുന്ന പഠനശാഖയൊക്കെ ഉണ്ട്. പക്ഷെ അവരത് പഠിച്ചിരുന്നത് അള്ളാഹുവിനോടുള്ള സ്നേഹം കൂടാനും ഈമാൻ വർദ്ധിക്കാനൊക്കെ ആയിരുന്നു. ഇപ്പം നമ്മളത് ചെയ്യുന്നത് ഞാൻ ചെയ്യുന്നതിനൊക്കെ യുക്തിഭദ്രമായ കാരണങ്ങളുണ്ട് എന്നുള്ളൊരു ഈഗോയെ തൃപ്തിപ്പെടുത്തലാണ്. അത് നമ്മളെ ഈമാനിനെ തന്നെ അപകടത്തിലാക്കുന്നതാണ്. ഇപ്പം നമ്മൾ പന്നിയിറച്ചി തിന്നായിരിക്കാനും നോമ്പെടുക്കാനും കാരണം ഞാൻ അള്ളാഹുവിൻ്റെ അടിമയാണ്, ഈ ശരീരത്തിൻ്റെ ഉടമസ്ഥൻ അള്ളാഹുവാണ്, അതുകൊണ്ട് അള്ളാഹുവിൻ്റെ നിയമങ്ങളനുസരിച്ച് ഞാൻ ജീവിക്കുന്നു എന്നുള്ളൊരു ഇതാണ്. ശരീരം മാത്രം ആ നിയമങ്ങൾ അനുസരിച്ചാൽ പോരാ, നമ്മുടെ ഹൃദയവും റൂഹൊക്കെ ആ നിയമങ്ങൾ അനുസരിക്കുമ്പോഴാണ് നമുക്ക് പൂർണ്ണമായും അവൻ്റെ അള്ളാഹുവിൻ്റെ ഒരു ദൈവിക ക്രമത്തിൻ്റെ ഭാഗമാകാൻ കഴിയുക എന്നുള്ളതാണ്. അതാണ് ജീവിതത്തിൻ്റെ ലക്ഷ്യം എന്ന് ഏറ്റവും വളരെ ലളിതമാക്കി പറയാൻ തോന്നുന്നു. നമുക്ക് മനസ്സിലാകുന്ന ഭാഷയിൽ പറഞ്ഞു എന്നുള്ളൂ. നേരെ മറിച്ച് അതേ സ്ഥാനത്ത് ആധുനികത ഒരു ജീവിതത്തിൻ്റെ ലക്ഷ്യം നമ്മോട് പറയാതെ പറയുന്നുണ്ട്. നിങ്ങൾ ആദ്യം ഏറ്റവും നന്നായിട്ട് പഠിക്കുക, എന്നിട്ട് ഒരുപാട് അധ്വാനിക്കുക, എന്നിട്ട് അതിൽ നിന്ന് ആകെ ഒരു 30% ഗവൺമെൻറ്റിന് ടാക്സ് ആയി കൊടുക്കുക, എന്നിട്ട് വീക്കെൻഡിൽ പോയിട്ട് അടിച്ചു പൊളിക്കുക, അപ്പോൾ അത് വേറെ ടാക്സ് കൊടുക്കണം. നിങ്ങൾക്ക് എന്തായാലും ഒരു വിലയില്ല, അപ്പോൾ നിങ്ങൾക്ക് വില കിട്ടണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ആപ്പിളിൻ്റെ ഫോൺ വാങ്ങണം. ആപ്പിളിൻ്റെ ഫോണിന് നല്ല വിലയുണ്ട്, അതിന് വാല്യൂ ഉണ്ട്, വർത്തുണ്ട്. പിന്നെ നല്ല ബ്രാൻഡിൻ്റെ ഇത് വാങ്ങണം. അല്ലേ, നമുക്ക് വില ഇല്ലാതാവുമ്പോഴല്ലേ നമ്മൾ അതൊക്കെ വാങ്ങിച്ച് വെച്ചിട്ട് നെഞ്ചത്ത് വെച്ചിട്ട് നമുക്ക് വാല്യൂ ആഡ് ചെയ്യേണ്ടത്. നമുക്ക് വാല്യൂ ഉണ്ടെങ്കിൽ നമ്മൾ അതിൻ്റെ പിന്നാലെ പോകില്ല. അപ്പോൾ നിങ്ങൾക്ക് വാല്യൂ ഇല്ലാതിരിക്കണം. എന്നിട്ട് അപ്പോൾ അവർ പറയുന്ന അണ്ടർവെയർ ഉപയോഗിക്കുക, അവർ പറയുന്ന സ്പ്രേ ഉപയോഗിക്കുക, അധ്വാനിക്കുന്ന മുഴുവൻ അവർക്ക് തന്നെ കൊണ്ടുപോയി കൊടുക്കുക. എന്നിട്ട് പിന്നെ എവിടെയെങ്കിലൊക്കെ പോയിട്ട് ഇതുപോലെ മാനസികാരോഗ്യം വന്ന് ബാക്കി എന്തെങ്കിലും ഉണ്ടെങ്കിൽ ആൻറ്റി ഡിപ്രഷന് കഴിച്ച്, അതാണ് അവർ ജീവിതത്തിന് മോഡേണിറ്റി ഭയങ്കര ഇതായിട്ട് പറയുന്നത്. എന്നിട്ട് അത് ആളുകൾ പുരോഗമനമാണ്, ശാക്തീകരണമാണ്, സ്വാതന്ത്ര്യമാണ് എന്നൊക്കെ വിചാരിച്ച് നടക്കുകയാണ്. നിങ്ങൾക്കൊരു വിലയില്ല ആകെ എന്ന് പറയുന്ന സംഭവം ഭയങ്കര മഹത്തരമാണ് എന്നാണ് സാധുക്കൾ വിചാരിക്കുന്നത്. അള്ളാഹു നമ്മളെ ആദരിച്ച് ബഹുമാനിച്ച് അവൻ്റെ പ്രതിനിധിയാക്കി ഇങ്ങോട്ട് പറഞ്ഞയച്ചതാണ്. എന്താ അവിടെ അവസ്ഥ? അപ്പോൾ ഇത്രയും പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കാൻ തോന്നുന്നു അല്ലേ? സഫീർ പറഞ്ഞതിൻ്റെ അവസാനം ആയിട്ട് ഈ പന്നിയിറച്ചിൻ്റെ ഉദാഹരണം പറഞ്ഞപ്പോൾ ഞാനിങ്ങനെ ഓർത്തതാണ്. പണ്ട് എൻ്റെ കൂടെ ഒരു ട്രെയിനിങ്ങിൽ ഒരു സുഹൃത്തുണ്ടായിരുന്നു, തൃശ്ശൂരുള്ള, നമ്മളെ കമ്മ്യൂണിറ്റിപ്പെട്ട ആളാണ്. അപ്പോൾ അദ്ദേഹം ഇങ്ങനെ പരിചയപ്പെട്ടപ്പോൾ അദ്ദേഹം പറഞ്ഞു അദ്ദേഹം ചിക്കൻ കഴിക്കാറില്ലായിരുന്നു. അപ്പോൾ അതിന് കാരണം പറഞ്ഞത് പ്രത്യേകിച്ചൊന്നുമില്ല, അത് ലീഡർ കെ കരുണാകരൻ മരിച്ച ശേഷം മൂപ്പർ ചിക്കൻ കഴിക്കാറില്ല. കരുണാകരനും ചിക്കനും തമ്മിൽ എന്തോ ബന്ധമുണ്ടായിരുന്നു എനിക്കറിയില്ല. മൂപ്പരത് എന്നാൽ കരുണാകരനോടുള്ള സ്നേഹം കൊണ്ട് കരുണാകരൻ മരിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ ഞാൻ ആ സ്നേഹം നിലനിർത്താൻ എന്തെങ്കിലും ഒരു ത്യാഗം ചെയ്യണമല്ലോ എന്നുള്ള ഒരു ചിന്തൻ്റെ അടിസ്ഥാനത്തിൽ അയാൾ ചിക്കൻ ഉപേക്ഷിക്കുക ചെയ്തു. അപ്പോൾ അയാളൊരു ഹോട്ടലിൻ്റെ ഓണറുമാണ്, തൃശ്ശൂർ ടൗണിലെ ഒരു ഹോട്ടൽ, അന്ന് ഇപ്പം എനിക്കറിയില്ല, ഹോട്ടലിൻ്റെ ഓണറുമാണ്. മൂപ്പരെ സംബന്ധിച്ചിടത്തോളം ഈ ചിക്കൻ ഉപേക്ഷിക്കുക എന്നുള്ളൊരു വിഷമമുള്ള സംഗതിയല്ല. അയാളെ സംബന്ധിച്ച് ചിക്കൻ ഉപേക്ഷിക്കുമ്പോൾ അതിനൊരു എക്സ്ട്രാ മീനിങ് കിട്ടുകയാണ്. എന്താണ്, ഇപ്പോൾ ഒരിടത്ത് നല്ല അടിപൊളി ചിക്കൻ ഉണ്ട്, അയാൾ ഹോട്ടൽ ഓണറായതുകൊണ്ട് അയാൾക്ക് പൊതുവെ വലിയ താല്പര്യം ഉണ്ടാവില്ല നോക്കുക, എന്നാലും അയാൾ ആകർഷിക്കുന്ന ഒരു ചിക്കൻ ഉണ്ടെങ്കിൽ അതിനെ അയാൾ ഉപേക്ഷിക്കുമ്പോൾ സത്യം പറഞ്ഞാൽ അയാളുടെ ആനന്ദം കൂടുകയാണ് ചെയ്യുന്നത്. കാരണം അയാൾ ആ ചിക്കൻ ഉപേക്ഷിക്കണത് എന്തിനാ? അതിന് വേറെ ശാസ്ത്രീയവും ലോജിക്കും ഇതൊന്നുമില്ല. അപ്പോൾ നമ്മളോട് പറഞ്ഞു തന്നെ നമ്മളതിനെ അങ്ങനെ ഉൾക്കൊള്ളുമെന്ന് മനസ്സിലാക്കണോണ്ടായിരിക്കും ചിലപ്പോൾ പറയാം, അല്ലാത്തവരോട് പറഞ്ഞാൽ കളിയാക്കുന്നവരോട് ചിലപ്പോൾ പറഞ്ഞോളണമെന്നില്ല. അപ്പോൾ അയാൾക്ക് അതിൻ്റെ ഒരു മീനിങ് ഡബിൾ ചെയ്യാണ് അവിടെ സംഭവിക്കുന്നത്. കാരണം അയാൾ അത് ഉപേക്ഷിക്കുന്ന ചിക്കൻ ബോധപൂർവ്വം ഉപേക്ഷിക്കുന്ന ഓരോ സമയവും അയാൾക്ക് കരുണാകരനോടുള്ള സ്നേഹം എന്ത് ചെയ്യാണ്, ആ സ്നേഹത്തിന് എന്താ മീനിങ് ഇപ്പോൾ എന്നോട് ചോദിക്കരുത്, അത് അയാൾക്കുള്ളൊരു മീനിങ്ങാണ്. അയാൾക്ക് ലീഡറോടുണ്ടാകുന്ന ഒരു മീനിങ്, ഒരു ബന്ധത്തെ എന്ത് ചെയ്യാണ്, കൂടുതൽ മനോഹരമാക്കുകയാണ്, അല്ലെങ്കിൽ ആ ബന്ധത്തിന് കൂടുതൽ തെളിമ നൽകുകയാണ് ശരിക്കും ചെയ്യുന്നത്. അപ്പോൾ ഒരു സാധനം ഉപേക്ഷിക്കുക, ത്യാഗം എന്നൊക്കെ പറഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ ഈ ത്യാഗത്തിലുള്ള ഏറ്റവും വലിയ ലോജിക്ക് എന്ന് പറഞ്ഞാൽ
ഏതു ബന്ധത്തിൻ്റെ പേരിലാണോ നമ്മളൊരു ത്യാഗം ചെയ്യുന്നത്, ഏതൊരു കോസിന് വേണ്ടിയാണോ നമ്മളൊരു ത്യാഗം ചെയ്യുന്നത്, ആ ബന്ധത്തിൻ്റെ എന്താ പറയുക ആഴവും മനോഹാരിതയും കൂടുന്നു എന്നുള്ളതാണ് ആ ത്യാഗത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ലോജിക്ക് എന്ന് പറഞ്ഞാൽ. അല്ലാതെ ആ ത്യാഗം കൊണ്ട് എൻ്റെ ബോഡിക്ക് എന്തെങ്കിലും കാര്യമുണ്ടോ, അത് ത്യജിച്ചില്ലെങ്കിൽ എന്തെങ്കിലും ദോഷമുണ്ടോ തുടങ്ങിയതൊക്കെ ശരിക്കും പറഞ്ഞാൽ വളരെ ഇറലവൻ്റായ കാര്യങ്ങളാണ് ഒരു ത്യാഗത്തിലേക്ക് വരുമ്പോൾ. നമുക്ക് പോലും ത്യാഗം ഉണ്ടെങ്കിലേ വാല്യൂ ഉള്ളൂ. ഇപ്പോൾ എന്നെ ഒരാൾ, ഒരു സുഹൃത്ത് സന്ദർശിക്കാൻ വേണ്ടിയിട്ട്, എൻ്റെ ഒരു പഴയ സുഹൃത്ത് തിരുവനന്തപുരത്ത് നിന്ന് വണ്ടി എടുത്ത് വന്ന് നിങ്ങളെ കാണാനായിട്ട് വന്നാണ്, ഇന്നലെ ഉറക്കത്ത് കണ്ടതിൻ്റെ പേരിൽ എന്ന് പറഞ്ഞിട്ട് ഇവിടെ വന്ന് കണ്ടുപോയോ ചായ കുടിച്ച് പോയാൽ എനിക്ക് അവനോട് ഭയങ്കര ഒരു അറ്റാച്ച്മെൻ്റ് ആയിരിക്കും ഉണ്ടാവുക. അതേസമയം ഞാൻ അങ്ങനെ ഇതിൽ കൂടെ പോണ വഴിക്ക് കണ്ടപ്പോൾ, നിങ്ങളവിടെ മുറ്റത്ത് കണ്ടപ്പോൾ കയറിയാണ് പഴയ സുഹൃത്തല്ലേ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ആ ഒരു വാല്യൂ ഉണ്ടാവുമോ? ഇല്ല. അപ്പോൾ നമുക്കിത് വാല്യൂ ഫീൽ ചെയ്യണമെങ്കിൽ എന്ത് വേണം? അയാൾ വേദന അനുഭവിക്കണം. അയാൾ 2 ദിവസത്തെ പരിപാടിയൊക്കെ ഒഴിവാക്കിയിട്ട് വണ്ടിക്ക് എണ്ണ അടിച്ചിട്ട് അന്നത്തെ ഷെഡ്യൂളൊക്കെ മാറ്റി വെച്ചിട്ട് നമുക്ക് വേണ്ടി മാത്രം വരുമ്പോഴേ അയാൾക്ക് നമ്മൾ അല്ലേ, അപ്പോഴാണ് അതിന് വാല്യൂ കൂടുന്നത്. ആ ത്യാഗത്തിൻ്റെ പ്രത്യേകതയാണ്. ത്യാഗം എത്രത്തോളം വേദനയും ത്യാഗവും അനുഭവിക്കുന്നോ അത്രത്തോളം അതിൻ്റെ വാല്യൂ കൂടുകയാണ് ചെയ്യുക. അപ്പോൾ അതിൽ വേറെ ലോജിക്കൊന്നും സത്യം പറഞ്ഞാൽ ആവശ്യമില്ല. ഈ പറഞ്ഞ തന്നെ നല്ല ദീന് എന്ന് പറഞ്ഞാൽ, മതം എന്ന് പറഞ്ഞാൽ അതിൻ്റെ മീനിങ് എന്ന് പറഞ്ഞാൽ അത് അള്ളാഹുവിനോടുള്ള ഒരു അറ്റാച്ച്മെൻറ്റിൻ്റെയും അതുപോലെ ഈ മറ്റൊരു ലോകം കൂടെ കാണുന്ന ഒരു വിശാലമായ ക്യാൻവാസിൻ്റെയും ഒക്കെ അടിസ്ഥാനത്തിലുണ്ടാകുന്ന എന്താ പറയുക ഒരു പദ്ധതിയാണ്. അതിനെ വളരെ ശുഷ്കിപ്പിച്ചിങ്ങോട്ട് കൊണ്ടുവന്നിട്ട് ഈ പറഞ്ഞ ഒരു സാധനത്തിലേക്ക് മാത്രം ചുരുക്കുമ്പോൾ ഉണ്ടാകുന്ന പ്രതിസന്ധികളാണ് സത്യം പറഞ്ഞാൽ ലോകം അനുഭവിക്കുന്ന പ്രശ്നങ്ങൾ എന്നതുകൂടെയാണ് ഇപ്പോൾ നമ്മൾ പറഞ്ഞ ചുരുക്കം. ഇനി കുറച്ച് സമയം സദസ്സിന് ഇടപെടാനുള്ള സമയമുണ്ട്. ഇൻഷാ അല്ലാ സദസ്സിന് ഇടപെടാനുണ്ടെങ്കിൽ ഇതിനോട് അഡീഷൻസ് ആകാം. ചോദ്യങ്ങൾ മാത്രമാവണമെന്നില്ല, നിങ്ങളുടെ അഡീഷൻസ് ആവാം, നിങ്ങളുടെ കോൺട്രിബ്യൂഷൻസ് ആവാം, അല്ലെങ്കിൽ എന്ത് ചെയ്യാം, ഒരു ചോദ്യമോ സംഭാഷണമോ ആകാം. മോഡേണിറ്റിയും മെൻ്റൽ ഹെൽത്തുമായിട്ട് ബന്ധപ്പെട്ട് സംസാരിക്കുന്ന സമയത്ത് ഈ കരിയറിസം അഥവാ കരിയറിനോട് അമിതമായിട്ടുള്ളൊരു താല്പര്യം, അല്ലെങ്കിൽ കുടുംബത്തിനോടുള്ളൊരു വിരക്തി, ഇത്തരം വിഷയങ്ങളും കൂടി ഇതുമായിട്ട് ചേർത്ത് സംസാരിക്കുകയാണെങ്കിൽ നന്നാവും തോന്നുന്നു. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ കോളേജിൽ പോകുമ്പോൾ, ഡിഗ്രിക്ക് കോളേജിലൊക്കെ പോകുന്ന സമയത്ത് ഇപ്പോഴും കോളേജിലെ കുറേ കുട്ടികൾ കല്യാണം കഴിക്കാണ്ട് നിൽക്കുകയാണ്. അവരൊക്കെ പറയുന്നൊരു കാര്യം ഇതാണ്: നമുക്ക് കരിയറല്ലേ പ്രധാനം, 2 കാലിൽ നിന്നിട്ട് പോയ വിവാഹം, അല്ലെങ്കിൽ വിവാഹം വേണമെന്ന് ചോദിക്കുന്ന കുറേ കുട്ടികൾ വരെ ഉണ്ട്. അപ്പോൾ ഈ മെൻ്റൽ ഹെൽത്തിന് മോഡേൺ യുഗത്തിന് ഈ കുടുംബത്തിനോടുള്ളൊരു നിലപാടൊക്കെ ഒന്ന് ഇതുമായിട്ട് ചേർത്ത് വിശദീകരിക്കുകയാണെങ്കിൽ. ആധുനിക ജീവിതത്തിൻ്റെ മോഡേണിറ്റിൻ്റെ ഒരു ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ പ്ലഷറിന് വേണ്ടിയിട്ട്, മൊമെൻ്ററിയസ് പ്ലഷറിന് വേണ്ടിയിട്ട് മീനിങ് ഫുള്ളായിട്ടുള്ള എല്ലാം ഒഴിവാക്കുക എന്നുള്ളത് അതിൻ്റെ ഒരു സഹജ സ്വഭാവമാണ്. അപ്പോൾ ഇവിടെയും സംഭവിക്കുന്നത് അത് തന്നെയാണ്. ഫാമിലി എന്നുള്ളത് നമുക്ക് ജീവിതത്തിനൊരു മീനിങ് തരുന്ന സംഭവമാണ്. മീനിങ് മാത്രമല്ല, ഫാമിലി ഈ റിലേഷൻഷിപ്പ് കണക്ഷൻസ് ഒന്നും ഇല്ലാതെ നമുക്ക് എക്സിസ്റ്റ് ചെയ്യാൻ പറ്റില്ല എന്നുള്ളതാണ്. ഇപ്പോൾ ഈ മോഡേണിറ്റിൻ്റെ വേറൊരു ഭയങ്കരമായിട്ടുള്ള പ്രശ്നമാണ് ലോൺലിനെസ്. ആരുമായിട്ടും അത്രയൊരു അടുത്ത ബന്ധമില്ല, ഒരു ഇമോഷണൽ അറ്റാച്ച്മെൻ്റ് ഇല്ല. ഫോണുമായിട്ട് മാത്രമേ ശരിക്കും ആളുകൾക്ക് കണക്ഷനുള്ളൂ. ബാക്കി ഫ്രണ്ട്സും ഇതെല്ലാം ഉണ്ടാവും, പക്ഷെ ഒരു ഇമോഷണൽ അറ്റാച്ച്മെൻറ്റ് കണക്ഷനൊന്നും ആർക്കും ഇല്ല എന്നുള്ളതാണ്. ഫാമിലി ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ് എന്നുള്ളത്, അതും ചില പഠനങ്ങളുണ്ട്. ദ ഗ്രാൻഡ് സ്റ്റഡി എന്ന് പറഞ്ഞിട്ട്, ഏത് യൂണിവേഴ്സിറ്റി ആണെന്നുള്ളത് മറന്നുപോയി, ഏകദേശം 75 വർഷമായിട്ട് പിന്നെ മനുഷ്യനെക്കുറിച്ചുള്ള മനുഷ്യൻ്റെ വിവിധ കാലഘട്ടത്തെക്കുറിച്ചൊക്കെ അങ്ങനെ പഠനം നടത്തിയത്. അവർ പറയുന്നത് മനുഷ്യനെ ഹാപ്പി ആക്കുന്നത്, അല്ലെങ്കിൽ മനുഷ്യൻ്റെ ആയുസ് കൂട്ടുന്നത്, ആരോഗ്യം നിലനിർത്തുന്നത്, അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഘടകം നമ്മളെ ഫാമിലിയും സോഷ്യൽ ലൈഫും ആണ് എന്നുള്ളതാണ്. കരിയറും ജോലിയും ഇതൊന്നുമല്ല. ഫാമിലി അത്രയും ഇമ്പോർട്ടൻ്റ് ആണ് മനുഷ്യന്. നമ്മൾ സോഷ്യൽ ആനിമലാണ്. വെറുതെ ഇവർ ഈ പറയുന്ന പോലെ അത് ഒരു തെറ്റിദ്ധാരണയാണിത്. ഇങ്ങനെ സ്വന്തം കാലിൽ നിന്ന് കഴിഞ്ഞാൽ, ഇസ്ലാമിൻ്റെ ഒരു കൺസെപ്റ്റിൽ സ്വന്തമായിട്ട് കാല് തന്നെ ഇല്ല എന്നുള്ളതാണ്. റിസ്ക് തരുന്നതിന് അള്ളാഹുവാണ്. ഈ പറയുന്ന മോഡേണിറ്റി പറയുന്ന ഒരു ലൈഫ് സ്റ്റൈൽ പോസിബിൾ ആണോ എല്ലാവർക്കും?
എല്ലാവരും അക്കാഡമീഷ്യൻസും എല്ലാവരും ഡോക്ടേഴ്സും എല്ലാവരും എൻജിനീയേഴ്സും സെലിബ്രിറ്റീസ് ആകുന്ന ഒരു ലോകം നടക്കുമോ? അങ്ങനെ എല്ലാവരും വൈറ്റ് കോളർ ജോലി നേടുന്ന അത് സാധ്യമല്ല. ഇപ്പോൾ ഈ പഠിച്ചിറങ്ങുന്നവർക്ക് മുഴുവൻ ജോലിയുണ്ടോ? ഇല്ല. അപ്പോൾ നമ്മൾ അവിടെയും കരിയറും തന്നെ നമ്മൾ അതും പറയുന്നുണ്ട്. ഏതാ 2 പുസ്തകങ്ങളുണ്ട്. വൈ വി വർക്ക് എന്നുള്ളൊരു പുസ്തകമുണ്ട്, ബാരി ഷോർട്സിൻ്റെ, അമേരിക്കൻ സൈക്കോളജിസ്റ്റ്. അതുപോലെ വേറൊരു ദ ഹിഡൻ മോട്ടിവേഷൻ. അവിടെ നമ്മൾ ശരിക്കും വർക്ക് ചെയ്യുന്നതിൻ്റെ മെയിൻ മോട്ടിവേഷൻ നമ്മൾ ജോലി ചെയ്യിക്കാൻ കാരണം മീനിങ് ആണെന്നാണ് ഈ 2 പുസ്തകവും പറയുന്നത്. മീനിങ് ഇല്ലാത്ത ജോലി, കുറേ ശമ്പളത്തിൻ്റെ പേരിൽ നമുക്ക് പൈസക്ക് അത്രയും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ കുറച്ച് കാലമൊക്കെ ചെയ്യും. അത് കഴിഞ്ഞാൽ നമ്മൾ ആ ജോലിയിൽ മുന്നോട്ട് പോകണമെങ്കിൽ പ്രൊഡക്റ്റീവായിട്ട് ക്രിയേറ്റീവായിട്ട് എന്തെങ്കിലുമൊക്കെ ചെയ്യണമെന്നുണ്ടെങ്കിൽ എന്തെങ്കിലും ഒരു മീനിങ് അതിൽ കണ്ടെത്താൻ കഴിയണമെന്നാണ്. ഏറ്റവും മീനിങ് ഫുള്ളായിട്ടുള്ള ജോബായിട്ട് പറയുന്നത് ഈ മെഡിക്കൽ സർവീസിലുള്ളത്, അതുപോലെ ടീച്ചിങ്, ഇതൊക്കെയാണ് മീനിങ് ഫുള്ളായിട്ട് ജോലിയായിട്ട് പറയുന്നത്. അവിടെയും മനുഷ്യന് അൾട്ടിമേറ്റ് മീനിങ് ആണ് നോക്കുന്നത്. ഞാൻ എൻ്റെ ജീവിതം കൊണ്ട് ആർക്കെങ്കിലും എന്തെങ്കിലും ഉപകാരപ്രദമായിട്ടുള്ള ചെയ്യുന്നുണ്ടോ എന്നുള്ളതാണ്. അപ്പോൾ ഈ കരിയറിസം അതൊക്കെ നമ്മൾ ഇസ്ലാമിൻ്റെ പാരഡൈമിലേക്ക് വന്നു കഴിഞ്ഞാൽ അങ്ങനെ ഒരു സംഭവം, നമ്മൾ ജീവിതം കൊണ്ട് അർത്ഥപൂർണ്ണമായ എന്തെങ്കിലും ചെയ്യാൻ ശ്രമിക്കുക, ജോലിക്ക് വേണ്ടി ശ്രമിക്കുക. തരുന്നവൻ അള്ളാഹുവാണ്. ബാക്കിയുള്ളതിന് ഉറപ്പൊന്നുമില്ല. ഇപ്പം ഇങ്ങനെ 2 കാലിൽ നിൽക്കാൻ പറ്റുന്നോ, ഇരിക്കുക കിടക്കുക, അതൊക്കെ പഠിച്ചവൻ തീരുമാനിക്കുന്ന പോലെ സംഭവിക്കും. അപ്പോൾ ആധുനികതയുടെ ഒരു ഇത് ഫോളോ ചെയ്യുന്നവർക്ക് അവരങ്ങനെ ഫോളോ ചെയ്യും, അങ്ങനെ സംഭവിക്കുന്നതൊക്കെ വിചാരിക്കും. അവസാനം എത്തിപ്പെടൽ ഈ പറയുന്ന ഒരു മെൻ്റൽ ഹെൽത്ത് ക്രൈസിസിലും ഇതിലൊക്കെ ആയിരിക്കും. നമ്മളെ സംബന്ധിച്ചിടത്തോളം ദുനിയാവ് ആ ഒരു ഫ്രെയിം വർക്കിൽ മാത്രമേ അതിനെ കാണാൻ കഴിയുള്ളൂ എന്നുള്ളതാണ്. ഈ സ്വന്തം കാലിൽ നിൽക്കാനുള്ള ശ്രമം ആണിപ്പോൾ പലയിടത്തും എന്താ പറയുക നമ്മളെ ഈ കാണുന്നത്. സ്വന്തം കാലിൽ നിൽക്കാനുള്ള ശ്രമം മറ്റൊരു തരത്തിലുള്ള സ്വന്തം കാലിൽ നിൽക്കാനുള്ള ശ്രമമായിട്ട് മാറുന്നതാണ് ഇപ്പോൾ കേരളത്തിലെ യുവതലമുറൻ്റെ പ്രശ്നം തന്നെ. അങ്ങനെ സ്വന്തം കാലിൽ നിൽക്കുക എന്ന് പറഞ്ഞ് ഈ പറഞ്ഞ സാധനങ്ങളെല്ലാം ഉപേക്ഷിച്ച് പോയി അത് പിന്നെ എത്തുന്നത് എന്താണ്, ലഹരിയിൽ ആശ്രയത്വം തേടുന്നതിലേക്കാണ്. അത് വെറുതെ ഒരു ആരോപണമൊന്നുമില്ല, നമുക്ക് നിരീക്ഷിച്ചാൽ കാണാൻ പറ്റും. വെസ്റ്റേൺ രാജ്യങ്ങളിൽ, US, സൗത്ത് അമേരിക്കയിൽ ഒക്കെ ഈ ടെൻഡൻസി കാണാം. പിന്നെ അവിടെ ഒരു സ്വന്തം കാലിൽ നിൽക്കാനുള്ള ശ്രമത്തിലേക്കാണ് അത് എത്തുക. ആ സ്വന്തം കാലിൽ നിൽക്കൽ ഏതാ മനസ്സിലായല്ലോ, നാട്ടിലൊക്കെ ഉണ്ടാവല്ലോ, അങ്ങനെ കള്ളുടിച്ചിട്ട് 4 കാലിൽ നടക്കുമ്പോൾ 2 കാലിൽ നിൽക്കാനുള്ളൊരു ശ്രമം. ആ ശ്രമത്തിലേക്കാണ് ഈ സ്വന്തം കാലിൽ നിൽക്കാനുള്ള ശ്രമം പലപ്പോഴും എത്താറുള്ളത്. മനുഷ്യനൊരു സോഷ്യൽ ആനിമലാണ്, അതിന് സ്വന്തമായിട്ട് നിൽക്കാൻ കഴിയില്ല. കടുവക്ക് ചിലപ്പോൾ അങ്ങനെ സ്വന്തമായിട്ട് ജീവിക്കാൻ പറ്റും. അതിൻ്റെ ടെറിട്ടറിയിൽ അതിനൊരു അണയും പിന്നെ വേട്ടയാടാൻ കുറച്ച് മാനം ഉണ്ടെങ്കിൽ അതിന് വലിയ കുഴപ്പമില്ലാണ്ട് ജീവിച്ചു പോകാൻ പറ്റും. കാരണം കടുവ അങ്ങനത്തെ ഒരു ജന്തുവാണ്. മനുഷ്യൻ എന്ന് പറഞ്ഞാൽ ഒരു സോഷ്യൽ ആനിമലാണ്. ഈ സ്വന്തം കാലിൽ നിൽക്കാനുള്ളവരൊക്കെ പോയിട്ട് ലാസ്റ്റ് ഇപ്പോൾ സ്വന്തം കാലിൽ നിൽക്കാൻ പോകുന്ന പെണ്ണുങ്ങൾക്ക് ഭർത്താവിന് ഒരു കുറഞ്ഞ സമയം ഖിദ്മ ചെയ്യാനാവില്ല. അതേസമയം ബോസിന് വേണ്ടിയിട്ട് 8-10 മണിക്കൂർ എന്താ പറയുക തിരുവായ്ക്ക് എതിർവായില്ലാതെ ഖിദ്മ ചെയ്യണതിനെ പറ്റിയിട്ടാണ് എന്ത് പറയുക ഈ സ്വന്തം കാലിൽ നിൽക്കുക എന്ന് പറയാം. പെരയിൽ കുറച്ചു നേരം ഭർത്താവിനെ വേണമെങ്കിൽ തിരിച്ച് പറയാനും വേണമെങ്കിൽ തിരിച്ച് ഭരിക്കാനും തിരിച്ച് ചൂടാകാനൊക്കെ ഓപ്ഷനുള്ള ഒരു കാലം ഉപേക്ഷിച്ചിട്ട് പിന്നെ പുറത്ത് പോയിട്ട് പിന്നെ തിരിച്ചെന്തേലും പറഞ്ഞാൽ ടെർമിനേഷൻ പ്രതീക്ഷിക്കാവുന്ന, നേരത്തെ പറഞ്ഞ പോലെ ജോലികളില്ലാത്തൊരു കാലത്ത് ആകെ ബസ് കൂലിയും തിരിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കാനുള്ള വണ്ടിക്കൂലിയും ഡ്രസ്സ് വാങ്ങാനുള്ള മേക്കപ്പിനുള്ളത് ആകെ കിട്ടുന്നുണ്ടാവുള്ളൂ. അതിന് തന്നെ കടം വാങ്ങേണ്ടി വരും. എന്നിട്ട് ആ ഒരു ജോലിക്ക് വേണ്ടിയിട്ട് 8 മണിക്കൂറും 10 മണിക്കൂറും പിന്നെ ഈ ബോസിനെ എന്താ പറയുക തിരിച്ചൊരു ചോദ്യമില്ലാതെ അനുസരിക്കണതിനാണ് ഇവരെ എന്തെന്ന് പറഞ്ഞത് ഈ സ്വന്തം കാലിൽ നിൽക്കുക എന്ന് പറഞ്ഞൊരു സംഗതി. അപ്പോൾ ഇതൊക്കെ എന്ന് പറഞ്ഞാൽ ഈ മനോഹരമായ പേരുകൾ ഇട്ടിട്ട് എന്ത് ചെയ്യുക ഈ വികൃതമായ സാധനങ്ങളൊക്കെ വിറ്റഴിക്കണ ഒരു പരിപാടിയാണ് ഇപ്പോൾ ഇവിടെ നടന്നുകൊണ്ടിരിക്കണമെന്ന് വേണം മനസ്സിലാക്കാൻ. ഏതായാലും അള്ളാഹുവിൻ്റെ റസൂൽ പറഞ്ഞല്ലോ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നിങ്ങളൊക്കെ ഈ തീയിലേക്ക് വന്ന് വീഴുന്ന ഈയാമ്പാറ്റകളെ പോലെയാണ്. ഞാൻ നിങ്ങളെങ്ങനെ തീയിലേക്ക് വന്ന് വീണ് സ്വയം കരിയാൻ ശ്രമിക്കുന്ന ഈയാമ്പാറ്റകളുടെ ഒരു ഉപമ ഹദീസിൽ പറയുന്നുണ്ടല്ലോ. ആ ഈയാമ്പാറ്റകൾ സ്വയം നശിക്കാൻ വേണ്ടി കത്തിച്ച് വെച്ച വിളക്കിലേക്ക് വന്ന് വീഴുകയും അവിടെ വന്ന് വീണിട്ട് അവ സ്വയം ചത്തുപോവുകയും ചെയ്യണം. നമുക്ക് മഴക്കാലത്തൊക്കെ ഉള്ള പാറ്റകളെ കാണുമ്പോൾ കാണാം. വൈദ്യുത വിളക്കുകൾ വന്നപ്പം ആ മരണം കുറച്ചും കൂടെ വൈകിയെന്ന് മാത്രം. മുമ്പ് നമ്മളെ ഈ തീ കൊണ്ട് കത്തിക്കുന്ന വിളക്കുകളാണെങ്കിൽ നേരെ വന്ന് വീഴുക, കരിയുക. ഇങ്ങനെ നിങ്ങളൊക്കെ നരകത്തിലേക്ക് വന്ന് വീഴാൻ ശ്രമിക്കുന്ന ഈയാമ്പാറ്റകളാവുന്നു. വാന ആഹിദും ബി ഹുജസിക്കും, ഞാൻ നിങ്ങളെ ഊര പിടിച്ചിട്ട് നിങ്ങളെ വലിച്ച് രക്ഷപ്പെടുത്താൻ വേണ്ടി ശ്രമിക്കുകയാണ് എന്ന് പറഞ്ഞ ആ ഒരു ഹദീസിൻ്റെ ആശയം
അതാണ് ശരിക്കും പറഞ്ഞാൽ ഇപ്പം നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇങ്ങനെ സ്വയം പോയിട്ട് ദുന്യാവെന്ന് തന്നെ ഈ ആമ്പാറ്റകളായിട്ട് ഈ പറഞ്ഞ നാശങ്ങളിലേക്ക് ചെന്ന് വീഴാൻ മനുഷ്യർ വെമ്പൽ കൊള്ളുന്ന ഒരു കാലം കുറേം കൂടെ തെളിച്ചത്തോടുകൂടി വ്യക്തതയോടുകൂടി നമ്മളെ മുമ്പിലുണ്ട്. അള്ളാഹു നമുക്കൊക്കെ ഹിദായത്ത് വർദ്ധിപ്പിച്ചു തരികയും നിലനിർത്തി തരികയും അവൻ്റെ വിജയികളിൽ ഉൾപ്പെടുത്തുകയും ചെയ്യട്ടെ.